വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് ജെ. ഇന്ന് നമ്മൾ ഇതുപോലൊരു സിമെൻറ്റ് കല്ലിലാണ് പെയിൻറ് ചെയ്യാൻ പോകുന്നത്. സാധാരണ ചുമരും ഭിത്തിയൊക്കെ പൊട്ടിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന കല്ലാണല്ലോ. അപ്പോൾ അങ്ങനെ കിട്ടുന്നതിലും എന്തെങ്കിലും ഒരു പെയിൻറ് ചെയ്യണം എന്ന് തോന്നി അങ്ങനെ ചെയ്ത ഒരു പെയിൻറ്റിംഗ് ആണിത്. ഇതൊരു ഫ്രീ ഹാൻഡ് ടൈപ്പ് ഓഫ് പെയിൻറ്റിംഗ് ആണ്. പിന്നെ അക്രിലിക് പെയിൻറ് വെച്ചിട്ടാണ് ഇത് പെയിൻറ് ചെയ്യുന്നതും. ഇതിവിടെ ഇങ്ങനെ മതിലല്ല, ഇതൊരു തറ പൊട്ടിച്ചപ്പോൾ ഇവിടെ വേസ്റ്റായിട്ട് കിടന്ന കുറച്ച് സിമെൻറ്റ് കല്ലിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പീസ് ആണ്. ഇതുപോലെ തന്നെ എനിക്ക് തോന്നുന്ന സർഫസിലൊക്കെ തന്നെ പെയിൻറ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒന്ന് പെയിൻറ് ചെയ്യണം തോന്നി. അങ്ങനെ ആ ഒരു കല്ല് എടുത്തിട്ടാണ് അതിൻ്റെ പുറത്താണ് പെയിൻറ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു സർഫസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ ഇതിങ്ങനെ സിമെൻ്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പെയിൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അത് അബ്സോർബ് ചെയ്യും. പിന്നെ അതിൻ്റെ ലെയറിങ്ങോ അതുപോലെ ഇങ്ങനെ പൊളിഞ്ഞു പോവുക, നമ്മൾ ലീഫിലൊക്കെ പെയിൻറ്റ് ചെയ്യുമ്പോൾ പൊളിഞ്ഞു പോകുന്ന ഇഷ്യൂ ഒക്കെ ഒത്തിരി വരും. അപ്പോൾ അതൊന്നും ഇതിനകത്ത് ഇല്ല. പിന്നെ എനിക്ക് ഈ ഒരു സർഫസ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. ഇതിൻ്റെ ഒരു ഷോർട്ട് വേർഷൻ നിങ്ങളിൽ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പെയിൻറ്റിങ്ങിൻ്റെ പ്രോസസ്സൊക്കെ കാണാം. അപ്പോൾ ഞാൻ കൂടുതൽ സംസാരിക്കില്ല, നമുക്ക് വീഡിയോൻ്റെ അവസാനം കാണാം. സോ ലെറ്റ്സ് എൻജോയ്. അപ്പോൾ ഇതാണ് പെയിൻറ്റിങ്ങിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കുട്ടി പെയിൻറ്റിങ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്. ചിയേഴ്സ്.